അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 31 ശനിയാഴ്ച. രാജ്യത്ത് കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു. നിലവിൽ 2710 പേർ കോവിഡ് ബാധിതരാണെന്നും സജീവ കേസുകളിൽ കേരളമാണ് മുന്നിലെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് 1147 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായി ചികിത്സയിലുള്ളത്. 4 ദിവസത്തിനിടെ 717 ആക്റ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 511 പേർക്കാണ് രാജ്യത്താകെ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 227 കേസുകളും കേരളത്തിലാണ്. കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതൽ കേസുകളെന്നാണ് വിവരം. വി.ഡി. സതീശൻ നയിക്കുന്ന UDF-ലേക്കില്ലെന്ന് PV അൻവർ. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും എന്നാൽ കയ്യിൽ പൈസയില്ലെന്നും അൻവർ പറഞ്ഞു. താൻ ആരെയും കണ്ടല്ല MLA സ്ഥാനം രാജിവെച്ചതെന്നും താൻ ഷൗക്കത്തിനെ എതിർക്കുന്നതിൽ കൃത്യമായ കാരണങ്ങളുണ്ടെന്നും UDF-യുമായുള്ള ചർച്ചകളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. PV അൻവറിന്റെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ UDF കൺവീനർ അടൂർ പ്രകാശും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും നിർണായക കൂടിക്കാഴ്ച നടത്തി. വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരായ വിഷ്ണുനാഥും AP അനിൽകുമാറും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചകൾ തുടരുമെന്നും ഇനിയും സമയം ഉണ്ടല്ലോ എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. അതേസമയം അൻവറിന് മുന്നിൽ വാതിൽ തുറന്നു തന്നെയാണ് കിടക്കുന്നതെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. അൻവർ ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എല്ലാം UDF കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അൻവർ അയഞ്ഞിരുന്നെങ്കിൽ സതീശനും അയഞ്ഞേനെയെന്ന് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ. ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള പരാമർശങ്ങൾ അൻവറിന് തന്നെ വിനയായി. അൻവറിന് മുന്നിൽ പൂർണ്ണമായി വാതിലടച്ചിട്ടില്ല. അൻവർ തിരുത്തിയാൽ UDF-ൽ എത്തിക്കാൻ ഇനിയും ശ്രമം തുടരുമെന്നും K. സുധാകരൻ പറഞ്ഞു. PV അൻവർ UDF-നെ അംഗീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. UDF-ന്റെ തീരുമാനം കൺവീനർ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അൻവറിനെ UDF-ലെ ആരും അവഗണിച്ചിട്ടില്ല. പിണറായി സത്തിനെതിരായ ശക്തമായ നിലപാടാണ് അൻവർ സ്വീകരിക്കുന്നത്. അൻവറിനെ ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് V.D. സതീശന്റെ നിലപാടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ താലൂക്ക് ഓഫീസിലായിരുന്നു പത്രികാ സമർപ്പണം. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പ്രകടനമായാണ് ആര്യാടൻ ഷൗക്കത്ത് പത്രികാ സമർപ്പണത്തിന് എത്തിയത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, മുസ്ലിം ലീഗ് രാജ്യസഭാ MP അബ്ദുൽ വഹാബ് തുടങ്ങി നിരവധി നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിലെത്തിയ LDF സ്ഥാനാർത്ഥി M. സ്വരാജിനെ വൻ വരവേൽപ്പ്. റെയിൽവേ സ്റ്റേഷനിൽ വൻ ജനാവലിയാണ് സ്വീകരണം നൽകുന്നതിനെത്തിയത്. പോരാളികളുടെ പോരാളി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സ്വരാജിനെ CPM പ്രവർത്തകർ വരവേറ്റത്. 3ാം LDF സർക്കാരിനുള്ള മുതൽക്കൂട്ടാകും ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. മറ്റ് രാഷ്ട്രീയ നിലപാടുള്ളവരും തനിക്കൊപ്പമുണ്ടെന്നും ഭീഷണിയും വെല്ലുവിളിയും രാഷ്ട്രീയത്തിൽ ഒഴിവാക്കേണ്ടതാണെന്നും സ്വരാജ് വ്യക്തമാക്കി. നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ഇല്ലെന്നും അൻവർ UDF-ന്റെ തലവേദനയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരുകാരനാണെങ്കിൽ എന്തിനാണ് സ്വരാജിനെ ഇത്ര വലിയ ലോഞ്ചിങ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പ്രളയമടക്കം നിലമ്പൂരുകാർ ബുദ്ധിമുട്ടിയപ്പോഴൊന്നും സ്വരാജിനെ കണ്ടിട്ടില്ലെന്നും അന്നെല്ലാം ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. കൂടാതെ CPM സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും മാത്രം വലിപ്പം തനിക്കുണ്ടായി എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും തനിക്കെതിരായ ട്രോളുകൾക്ക് രാഹുൽ മറുപടി നൽകി. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ജൂൺ 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണും. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടാകും. കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ.
കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതയുടെ മേൽപ്പാലത്തിൽ വിള്ളൽ. ചെങ്കള നീലേശ്വരം റീച്ചിലാണ് വിള്ളൽ. അശാസ്ത്രീയമായി മണ്ണിട്ട് ഉയർത്തിയതാണ് വിള്ളലിന് വഴിവെച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിള്ളൽ നാട്ടുകാർ കണ്ടതിന് പിന്നാലെ നിർമ്മാണ കമ്പനി മണലുപയോഗിച്ച് വിള്ളൽ നികത്താൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞു. എംസാൻഡ് ഉപയോഗിച്ച് അടയ്ക്കാനാണ് നിർമ്മാണ കമ്പനി ശ്രമിച്ചത്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും. ഈ സീസണിലെ ആദ്യ തീവ്രമഴ ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ജൂൺ 2 തന്നെ സ്കൂൾ തുറക്കും എന്ന് തന്നെയാണ് നിലവിലുള്ള തീരുമാനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്നത്തെയും നാളത്തെയും കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി കൂടി ആലോചിച്ച് ദിവസത്തിൽ മാറ്റം വേണോ എന്ന കാര്യം തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ സർവീസിൽ നിന്ന് 11,000-നടുത്ത് ജീവനക്കാർ ഇന്ന് വിരമിക്കും. സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം 221 പേരും KSEBിയിൽ നിന്ന് 1022 പേരും ഇന്ന് വിരമിക്കും. വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ 6,000 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധം ആക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കുമ്പോൾ മെയ് 31 ജനനത്തീയതിയായി ചേർക്കാറ്. ഇതുമൂലം ഔദ്യോഗിക രേഖകളിലും ജനനത്തീയതി ഇതായി മാറും. ഇതോടെയാണ് മെയ് 31 കൂട്ടവിരമിക്കൽ തീയതിയായി മാറുന്നത്. റോഡ് സേഫ്റ്റി കേഡറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC മാവേലിക്കരയിൽ തുടങ്ങിയ അത്യാധുനിക ഡ്രൈവിംഗ് സ്കൂളിന്റെയും ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന്റെയും ഉദ്ഘാടനം റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യ ഹർജി എറണാകുളം ജില്ലാ കോടതി തീർപ്പാക്കി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. പോലീസിന് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ കേസിൽ ഗൂഢാലോചന ആരോപിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ചീരക്കടവ് സ്വദേശി മല്ലൻ മരിച്ചു. വാരിയെല്ലിനും നെഞ്ചിലും സാരമായി പരിക്കേറ്റിരുന്നു. ആന തുമ്പിക്കൈ കൊണ്ട് തട്ടിയിട്ടതാണെന്നാണ് വിവരം. ചീരക്കടവിലെ വനമേഖലയിൽ ഇന്നലെ ഉച്ചയോടെയായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ മല്ലനെ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാൽ വാങ്ങാനായി വീടിന് സമീപത്തെ റോഡരികിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിനി ജീപ്പിടിച്ച് മരിച്ചു. കമ്പളക്കാട് പുത്തൻതൊടുകയിൽ ദിൽഷാന ആണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. കമ്പളക്കാട് സിനിമാ ഹാളിന് സമീപം ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ദിൽഷാന. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സിന്ദൂരം ഇന്ന് ഇന്ത്യയുടെ ശക്തിയുടെ പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരരെയും അവരെ സഹായിക്കുന്നവരെയും വീട്ടിൽ കയറി വകവരുത്തുമെന്നും ഓപ്പറേഷൻ സിന്ദൂർ ഇനി ഇന്ത്യയുടെ നയം ആയിരിക്കുമെന്നും മോദി വ്യക്തമാക്കി. സ്ത്രീശക്തിയുടെ പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും BSFന്റെ അതിർത്തി സംരക്ഷണ ദൗത്യത്തിന് നിരവധി വനിതകൾ നേതൃത്വം നൽകിയെന്നും സേനകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉയർത്തുമെന്നും മോദി പറഞ്ഞു. സ്റ്റേഷനിൽ നിർത്തിയ മെട്രോ ട്രെയിൻ ഡോർ തുറക്കാതെ യാത്ര തുടർന്നതിനെ തുടർന്ന് ലോക്കോ പൈലറ്റിനെതിരെ പ്രതിഷേധവുമായി യാത്രക്കാർ. ബാംഗ്ലൂരു മെട്രോയുടെ ഗ്രീൻ ലൈനിൽ ഇന്നലെ രാത്രി 11:15 സംഭവം. കെമ്പഗൌഡ സ്റ്റേഷനിൽ നിന്ന് സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ വജ്രഹള്ളി സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു പ്രശ്നങ്ങൾ. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ശരിയായ തീരുമാനമായിരുന്നു എന്ന മുൻ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദിന്റെ പരാമർശം സ്വാഗതം ചെയ്ത് BJP.
സത്യം പറഞ്ഞതിന് കോൺഗ്രസ് ശശി തരൂരിനെതിരെ തിരിഞ്ഞതുപോലെ ഇനി സൽമാൻ ഖുർഷിദിനെതിരെ തിരിയുമോ എന്ന് BJP നേതാവ് അമിത് മാളവ്യ ചോദിച്ചു. ആർട്ടിക്കിൾ 370 അന്നത്തെ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് നെഹ്റുവിൻ്റെ മണ്ടത്തരമായിരുന്നുവെന്ന് BJP നേതാവ് ഷെഹ്സാദ് പൂനെവാലയും അഭിപ്രായപ്പെട്ടു. ജാർഖണ്ഡിൽ നിന്നുള്ള അഡീഷണൽ ജില്ലാ വനിതാ ജഡ്ജി ശിശുപരിപാലനത്തിനുള്ള തൻ്റെ അവകാശം നിഷേധിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. വനിതാ അഡീഷണൽ ജില്ലാ ജഡ്ജി കാശിക M. പ്രസാദാണ് പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിശോധിച്ചത്. പാക് ക്രിക്കറ്റ് താരങ്ങൾ മലയാളികളുടെ വേദിയിലെത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി ദുബായിലെ സംഘാടകർ. അതേ സ്ഥലത്ത് മറ്റൊരു പരിപാടിക്ക് എത്തിയ താരങ്ങൾ ക്ഷണിക്കാതെ അപ്രതീക്ഷിതമായി തങ്ങളുടെ പരിപാടിയിലേക്ക് വന്നുകയറി എന്നാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ UAE ഇറക്കിയിരിക്കുന്ന പ്രസ്താവന. പെട്ടെന്നുള്ള വരവായതിനാൽ തടയാൻ കഴിഞ്ഞില്ലെന്നും പ്രസ്താവനയിലുണ്ട്. UAEയിൽ ഇന്ന് താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതവും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിരിക്കും. ഇടത്തരം വടക്കു പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. UAEയിൽ ഇന്നലെ 50 ഡിഗ്രി ചൂടാണ് അനുഭവപ്പെട്ടത്. നൈജീരിയയുടെ വടക്കൻ പ്രദേശങ്ങളിലുണ്ടായ അതിശക്തമായ മഴയിൽ 111 മരണം. തെക്കൻ നൈജീരിയയിലെ വ്യാപാരികൾക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിലാണ് വലിയ നാശനഷ്ടം നേരിട്ടത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം അതിശക്തമായ മഴ പ്രവചിക്കാൻ നൈജീരിയൻ ഹൈഡ്രോളജി സേവന ഏജൻസിക്ക് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.